ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം മുസ്ലിം സ്ത്രീകൾ മുഖം മറക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നതാണ്. ബാറകല്ലാഹു ഫീക്കും. മുസ്ലിം സ്ത്രീകൾ മുഖം മറക്കൽ നിർബന്ധമാണോ അതോ സുന്നത്താണോ, നിർബന്ധമില്ല എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും മുഴുവൻ സഹാബി വനിതകളും റളിയല്ലാഹു അൻഹുന്ന മുഖം മറക്കുന്നവരായിരുന്നു. പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഖുർആനിൻ്റെ ആയത്തുകളെ വ്യാഖ്യാനിക്കുന്നതും അവർ ഹദീസുകളെ മനസ്സിലാക്കുന്നതും അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. എന്നാൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെയും സഹാബി വനിതകളെയും പരിശോധിച്ചാൽ അത് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാകട്ടെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാകട്ടെ അവർ എപ്പോഴും മുഖം മറക്കുന്നവരായിരുന്നു. ബാറകല്ലാഹു ഫീക്കും. ഷേഖ് അബൂ ഖദീജ ഹഫിദഹുല്ലാ പറഞ്ഞതിൻ്റെ ആശയരത്ന ചുരുക്കം ഇങ്ങനെയാണ്: പണ്ഡിതന്മാർ മുഖം മറക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ സുന്നത്താണ്, നിർബന്ധമില്ല എന്നിങ്ങനെ ഭിന്നതയിലാണെങ്കിലും ഇസ്ലാമിലെ അടിസ്ഥാന തത്വമാണ് ശറഈയായ തടസ്സങ്ങളില്ലെങ്കിൽ നിർബന്ധമില്ല എന്ന ന്യായം പറഞ്ഞ് ഒരു സുന്നത്ത് ഒഴിവാക്കുന്നതിൽ ഒരു നന്മയുമില്ല എന്നത്. സുന്നത്ത് വർദ്ധിപ്പിച്ചാൽ ഈമാൻ വർദ്ധിക്കുന്നു. ഉദാഹരണമായി മിസ്വാക്ക് ചെയ്യൽ, സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് മുതലായ സുന്നത്തുകൾ, ഇതെല്ലാം സുന്നത്തല്ലേ, നിർബന്ധമല്ല എന്ന് പറഞ്ഞ് മിക്ക ആളുകളും ഒഴിവാക്കാറില്ലല്ലോ. ഇതാണ് ഷേഖ് അബൂ ഖദീജ ഹഫിദഹുല്ലാ പറഞ്ഞത്. അതേപോലെ അറഫ നോമ്പ്, ദുൽഹജ്ജ് 9 നോമ്പ്, മുഹറം 9, 10 നോമ്പ് നമുക്കറിയാം. കുട്ടികൾ വരെ ഈ നോമ്പെടുക്കുന്നു. മസ്ജിദിൽ പ്രവേശിച്ചാൽ നമ്മൾ ഉടൻ തഹിയ്യത്ത് നിസ്കരിക്കൽ ചെയ്യുന്നു. ഇതെല്ലാം സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കാറുണ്ടോ? ഇല്ലല്ലോ. ബാറകല്ലാഹു ഫീക്കും. അതുകൊണ്ട് തന്നെയാണ് മുഖം മറക്കൽ സുന്നത്താണോ നിർബന്ധമാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നതയുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും മുഴുവൻ സഹാബി വനിതകളും റളിയല്ലാഹു അൻഹുന്ന മുഖം മറച്ചിരുന്നു എന്ന വസ്തുത, അത് നിർബന്ധമായതുകൊണ്ടാവട്ടെ അല്ലെങ്കിൽ സുന്നത്തായതുകൊണ്ടാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരും മുഴുവൻ സഹാബി വനിതകളും മുഖം മറച്ചിരുന്നു എന്നതിനുള്ള പ്രധാനപ്പെട്ട തെളിവാണ് അവർ ഇഹ്റാമിലായിരിക്കെ മുഖം മറച്ചിരുന്നു. അവിടെ നിക്കാബ് ഹറാമായിരുന്നു. ശ്രദ്ധിക്കണം, നിക്കാബ് ഹറാമാണ് ഇഹ്റാമിൽ. എന്നിട്ടും അവർ മുഖം മറച്ചിരുന്നു. ആയിഷത ഖാലത്ത് കാന റുക്ബാനു യമുറൂന ബിനാ വനഹ്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹർരിമാത്തുൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇഹ്റാമിലായിരിക്കെ വാഹന സംഘങ്ങൾ ഞങ്ങൾക്ക് മുമ്പിലൂടെ കടന്നു പോകുമായിരുന്നു. ഫൈദാ ഹാദു ബിനാ സദലത് ഇഹ്ദാന ജിൽബാബുഹ മിൻ റാസിഹ അലാ വജിഹിഹ. അവർ ഞങ്ങൾക്ക് മുമ്പിൽ എത്തുമ്പോൾ ഞങ്ങളിലുള്ളവർ അവരുടെ തലയിൽ നിന്ന് ജിൽബാബ് മുഖത്തിലേക്ക് താഴ്ത്തും. ഫൈദാ ജാവസൂന കശഫ്നാഹു. അവർ ഞങ്ങളെ കടന്നുപോയാൽ ഞങ്ങൾ മുഖം വെളിവാക്കും. ബാറകല്ലാഹു ഫീക്കും. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ എന്ന പദം ഉപയോഗിച്ചാണ്. ഞങ്ങൾ അഥവാ എല്ലാ അന്നത്തെ മുസ്ലിം സ്ത്രീകളും പെട്ടു. ബാറകല്ലാഹു ഫീക്കും. ഇതിൽ അസ്മാ റളിയല്ലാഹു അൻഹും പെട്ടു. ശ്രദ്ധിക്കുക, അസ്മാ റളിയല്ലാഹു അൻഹ തന്നെ വേറെ റിപ്പോർട്ടുണ്ട്. ഫഅൻ അസ്മാ ബിൻ അബി ബക്കർ റളിയല്ലാഹു അൻഹുമാ ഖാലത്ത്. അസ്മാ റളിയല്ലാഹു അൻഹുമ പറയാണ്, കുന്ന നുഗ്തി വുജൂഹന മിനർ റിജാലി ഫിൽ ഇഹ്റാമി. ഞങ്ങൾ ഇഹ്റാമിലായിരിക്കെ പുരുഷന്മാരിൽ നിന്ന് ഞങ്ങളുടെ മുഖം മറക്കുമായിരുന്നു. ഇവിടൊക്കെ മുഖം മറക്കും തന്നെ പറഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മുഖം വെളിവാക്കും.
ഇവിടെ അസ്മാ റളിയല്ലാഹു അൻഹു കുന്നാ നുഗ്തി, ഞങ്ങൾ മറക്കുമായിരുന്നു വുജൂഹന, ഞങ്ങളുടെ മുഖം. അപ്പൊ ഞങ്ങൾ എന്നാ പറഞ്ഞത്, ഞാൻ എന്നല്ല. അവർ ഒറ്റക്കൊറ്റക്ക് ഓരോരാള് അങ്ങനെ ചെയ്തതല്ല. എല്ലാവരും അന്ന് നിക്കാബ് ഹറാമായിട്ടും അവർ മുഖം മറക്കുമായിരുന്നു. ഈ റിപ്പോർട്ട് നിങ്ങൾ ഫത്തുൽ ബാരിയിലെ കിതാബുൽ ഹജ്ജിൽ കാണാം. ബാറക്കല്ലാഹു ഫീക്കും. ഈ റിപ്പോർട്ടുകളിൽ ഹജ്ജിന്റെ സമയത്ത് അന്യ പുരുഷന്മാർ അടുത്ത് വന്നാൽ നിക്കാബ് ഹറാമായിട്ടും, ശ്രദ്ധിക്കുക, നിക്കാബ് ഹറാമായിട്ടും എന്നാൽ മുഖം മറക്കൽ ഹറാമല്ല എന്നതുകൊണ്ടാണ് അസ്മാ റളിയല്ലാഹു അൻഹ അടക്കമുള്ള മുഴുവൻ സഹാബി വനിതകളും മുഖം മറച്ചത്. അസ്മാ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകം പറയാൻ കാരണം, അസ്മാ റളിയല്ലാഹു അൻഹ ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ആ റിപ്പോർട്ട് വെച്ചിട്ട് പറയും മുഖം മറക്കേണ്ടതില്ല എന്ന്. അത് ഈ റിപ്പോർട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അസ്മാ ഇന്നൽ മർഅത ഇദാ ബലഗത്തിൽ മഹീല ലം തസ്ലുഹ് അൻ യുറാ മിൻഹാ ഇല്ലാ ഹാദാ വഹാദാ വഅശാറ ഇലാ വജ്ഹിഹി വകഫൈഹി. ഓ അസ്മാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു സ്ത്രീ പ്രായപൂർത്തിയായാൽ ഇതുമല്ലാതെ മറ്റൊന്നും അവളിൽ നിന്നും കാണുന്നത് ശരിയല്ല. അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മുഖത്തും കൈകളിലേക്കും ചൂണ്ടിക്കാണിച്ചു. ഈ റിപ്പോർട്ടാണ് മുഖം വെളിവാക്കാം എന്നതിന് ചില പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന തെളിവ്. അസ്മാ റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ടിനെ കുറിച്ച് മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അത് വീട്ടിനുള്ളിൽ ആയതുകൊണ്ടാണ് എന്നാണ്. അപ്പൊ ഈ സംഭവം വീട്ടിനുള്ളിലുള്ള സംഭവമാണ്. കാരണം വീട്ടിന് പുറത്തായപ്പോൾ ഹജ്ജിന്റെ സമയത്ത് നിക്കാബ് ഹറാമായിട്ടും എന്നാൽ മുഖം മറക്കൽ ഹറാമല്ല എന്നതുകൊണ്ട് അന്യപുരുഷന്മാർ അടുത്ത് വന്നപ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹ അടക്കമുള്ള മുഴുവൻ സത്യവിശ്വാസിനികളും റളിയല്ലാഹു അൻഹുന്ന മുഖം മറച്ചിരുന്നു. വീട്ടിനുള്ളിൽ മുഖം മറക്കേണ്ടതില്ല എന്നതിന്റെ തെളിവ് തഫ്സീർ തൊബരിയിലുണ്ട്. സൂറത്തുൻ നൂറിന്റെ 24-ാം അധ്യായം 31-ാം വചനം. حدثني علي قال ثنا عبد الله قال ثنا معاوية عن علي عن ابن عباس قوله ولا يبدين زينتهن إلا ما ظهر منها قال والزينة الظاهرة الوجه وكحل العين وخضاب الكف وخاتم فهذه تظهر في بيتها لمن دخل من الناس عليها بارك الله فيكم. ഇനിയൊരു റിപ്പോർട്ടുണ്ട് മുഖം മറക്കൽ നിർബന്ധമില്ല എന്നതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. അത് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഒരു ഈദ് നിസ്കാരത്തിന് സാക്ഷ്യം വഹിച്ചു. ബാഗും ഇക്കാമത്തും ഇല്ലാതെ കുത്തുബക്ക് മുമ്പായി അദ്ദേഹം നിസ്കാരം ആരംഭിച്ചു. ശേഷം അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിന്റെ മേൽ ചാരി നിന്ന് എന്നിട്ട് അദ്ദേഹം അവരോട് അള്ളാഹുവിനെ അനുസരിക്കാനും തഖ്വ പുലർത്താനും അവരെ ഉത്ബോധിപ്പിച്ചു. പിന്നീട് സ്ത്രീകളുടെ അടുത്ത് വന്ന് അവരോട് പ്രസംഗിക്കുകയും അവരെ ഉപദേശിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ദാനം ചെയ്യുക. നിങ്ങളിൽ അഥവാ സ്ത്രീകളിൽ ഭൂരിഭാഗവും നരകത്തിനുള്ള ഇന്ധനമാണ്. അപ്പോൾ കവിളിൽ കറുത്ത പാടുള്ള ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. അപ്പോൾ കവിളിൽ കറുത്ത പാടുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ മുഖം വെളിവായല്ലോ. അള്ളാഹുവിന്റെ ദൂതരെ, എന്തുകൊണ്ടാണ് അങ്ങനെ? അദ്ദേഹം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ പലപ്പോഴും പിറുപിറുക്കുകയും നിങ്ങളുടെ ഇണയോട് നന്ദികേട് കാണിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ തങ്ങളുടെ ആഭരണങ്ങളായ കമ്മലുകൾ, മോതിരങ്ങൾ എന്നിവയിൽ നിന്ന് ബിലാലിന്റെ തുണികൾ ദാനമായി ഇട്ടുകൊടുക്കാൻ തുടങ്ങി. ഇത് സഹീഹ് മുസ്ലിമിലെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ പറയപ്പെട്ട സ്ത്രീ മുഖം മറച്ചിട്ടില്ല എന്നത് ശരിയാണ്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞു, യകൂനു ഖബല നുസൂലി ആയത്തുൽ ഹിജാബി ഫഇന്നഹാ കാനത് ഫീ സൂറത്തിൽ അഹ്സാബി സനതു 50 ഔ 60 മിനൽ ഹിജ്റതി വസലാത്തുൽ ഈദി ശറഅത് ഫി സനത്തി സാനിയതി മിനൽ ഹിജ്റതി. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ പറയാണ്, അദ്ദേഹത്തിന്റെ റിസാലത്തുൽ ഹിജാബ് പേജ് 90-91 കാണാം. ഇത് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പാവാം. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയത് ഹിജ്റ 5 അല്ലെങ്കിൽ 6-ാം വർഷമാണ്. ഈദ് നിസ്കാരം ഷറഅക്കിയത് ഹിജ്റ 2-ാം വർഷമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പൊ ഈ റിപ്പോർട്ടിലെ സംഭവം ഹിജ്റ 2-ാം വർഷം ആകാനും സാധ്യതയുള്ളത് കൊണ്ട്
അത് ഹിജാബിൻ്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പായിരിക്കണം. അപ്പോൾ അതിനും സാധ്യതയുണ്ട്. അപ്പോൾ സംശയം ഉള്ള റിപ്പോർട്ടുകൾ നിയമം ഉണ്ടാക്കാൻ പറ്റൂല, ഹുക്കുമിന് പറ്റൂല. അതുകൊണ്ട് ഇത് തെളിവിന് പറ്റില്ല. അതുകൊണ്ട് ഈ കൊടുത്ത മുഖം മറക്കാത്ത 2 റിപ്പോർട്ടുകൾക്കും മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ കൃത്യവും വ്യക്തവുമായ വിശദീകരണം നൽകുന്നുണ്ട്. ഇതുപോലെ ഇനിയും മുഖം മറക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടാകാം. അതിനൊക്കെ പണ്ഡിതന്മാർ വിശദീകരണം നൽകിയിട്ടുണ്ട്. ധൈര്യം ഭയന്ന് എല്ലാം ഇവിടെ ഉദ്ധരിക്കുന്നില്ല. എന്നാൽ ഹജ്ജിൻ്റെ സമയത്ത് നിക്കാബ് ഹറാമായിട്ടും എന്നാൽ മുഖം മറക്കൽ ഹറാമല്ല എന്നതുകൊണ്ട് അന്യപുരുഷന്മാർ അടുത്തു വന്നാൽ മുഴുവൻ സത്യവിശ്വാസിനികളും മുഖം മറച്ചു എന്നതിന് തർക്കമില്ല. ബാറക്കല്ലാഹു ഫീക്കും. നാം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ മുഴുവൻ സഹാബി വനിതകളും റളിയല്ലാഹു അൻഹും മുഖം മറക്കുന്നവരായിരുന്നു എന്ന വസ്തുതയാണ്. അത് നിർബന്ധമായതുകൊണ്ടാവട്ടെ നിർബന്ധമല്ല സുന്നത്തായതുകൊണ്ടാവട്ടെ, അങ്ങനെ 2 വ്യാഖ്യാനമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. എന്തായാലും അവരെല്ലാവരും മുഖം മറക്കുന്നവരായിരുന്നു. ഇനി വാർദ്ധക്യത്തിലെത്തിയവർ മുഖം മറക്കണോ? അള്ളാഹു പറഞ്ഞു, വൽ ഖവായിദു മിനൻ നിസാഇ അല്ലാത്തി ലാ യർജൂന നിക്കാഹൻ ഫലൈസ അലൈഹിന്ന ജുനാഹുൻ അൻ യദഅന സിയാബഹുന്ന ഗൈറ മുതബർരിജാത്തിൻ ബിസീനത്തിൻ വ അൻ യസ്തഅഫിഫ്ന ഖൈറുൻ ലഹുന്ന വല്ലാഹു സമീഉൻ അലീം. വിവാഹ ജീവിതം പ്രതീക്ഷിക്കാത്ത കിഴവികളെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം പ്രദർശിപ്പിക്കാത്തവരായിക്കൊണ്ട് തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ മാറ്റിവെക്കുന്നതിൽ അവർക്ക് കുറ്റമില്ല. അവർ മാന്യത കാത്തു സൂക്ഷിക്കുന്നതാണ് അവർക്ക് കൂടുതൽ നല്ലത്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ഇത് സൂറത്ത് നൂർ 24-ാം അധ്യായത്തിലെ 60-ാം വചനമാണ്. കൂടെ പറഞ്ഞത് അവർ മാന്യത കാത്തു സൂക്ഷിക്കുന്നതാണ് അവർക്ക് കൂടുതൽ നല്ലത്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അപ്പം അവർ മുഖം മറക്കുന്നതാണ് അവർക്ക് ഖൈറ്. ബാറക്കല്ലാഹു ഫീക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, حدثنا أبو نعيم حدثنا إبراهيم بن نافع عن الحسن بن مسلم عن صفية بنت شيبة أن عائشة رضي الله عنها كانت تقول لما نزلت هذه الآية وليضربن بخمرهن على جيوبهن أخذنا أزرهن فشققناها من قبل الحواشي فاختمرن بها. അവർ തങ്ങളുടെ മക്കനകൾ ശിരോവസ്ത്രങ്ങൾ അവരുടെ മാർവിടങ്ങളിൽ കൂടി ആയിക്കൊള്ളുകയും ചെയ്യട്ടെ. സൂറത്ത് നൂറിലെ 24-ാം അധ്യായം 31-ാം വചനം എന്ന ഈ ഹിജാബിന്റെ ആയത്തിറങ്ങിയപ്പോൾ എല്ലാവരും ഉടനെ തന്നെ തങ്ങളുടെ തുണികൾ കീറി അവർ അതുകൊണ്ട് സ്വയം മൂടി. സഹീഹ് ബുഖാരിയിലെ റിപ്പോർട്ടാണ്. അപ്പോൾ ആയത്തിറങ്ങിയ ഉടനെ തന്നെ അവർ കിട്ടിയ തുണികൾ കീറിയിട്ട് അവർ മറച്ചു. അവർ കാത്തുന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. നാളെ ആകട്ടെ, നാളെ അവർക്ക് അങ്ങാടി പോയിട്ട് നല്ല വസ്ത്രം വാങ്ങാൻ മറക്കാൻ വേണ്ടിയിട്ട് അങ്ങനൊന്നും പറഞ്ഞില്ല. അവർ കിട്ടിയ തുണി എന്താണോ അത് കൊണ്ട് അവർ മറച്ചു. പ്രബോധകരും ഈ സത്യം മനസ്സിലാക്കിയവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്നത്തെ സത്യവിശ്വാസിനികളുടെ വിശ്വാസം ബലപ്പെട്ടതിന് ശേഷമാണ് ഹിജാബിന്റെ ആയത്തിറങ്ങിയത്. അതുകൊണ്ട് അവർ അത് ഉടനെ പ്രയോഗവൽക്കരിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സത്യവിശ്വാസിനികളുടെയും വിശ്വാസം ബലപ്പെടുത്തുകയും തെളിവുകൾ നൽകി ബോധ്യപ്പെടുത്തുകയും വേണം. അതിനുള്ള സാവകാശം അവർക്ക് നൽകണം. ധൃതി പിടിച്ചും ഭീഷണി സ്വരത്തിലും അവരോട് പ്രബോധനം ചെയ്താൽ അത് കുടുംബങ്ങളിൽ സംഘർഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. നിക്കാബ് മനസ്സിലാക്കിയാൽ അന്നത്തെ സത്യവിശ്വാസികളെ പോലെ ഇന്നത്തെ സത്യവിശ്വാസിനികളും അത് ഉടനെ ജീവിതത്തിൽ കൊണ്ടുവരണം. ബാറക്കല്ലാഹു ഫീക്കും. ചിലർ പറയുന്നു, അറേബ്യയിലെ ചൂടുള്ള കാലാവസ്ഥ കാരണത്താലും മരുഭൂമിയിൽ നിന്നും വരുന്ന മണൽക്കാറ്റുകൾ കൊണ്ടും അവിടെ രൂപപ്പെട്ട ഒരു പ്രാദേശിക ആചാരമായിരുന്നു സ്ത്രീകൾ മുഖം മറക്കുക എന്നത്. എന്നാൽ അതല്ല വസ്തുത. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കൊണ്ടാണ് അവർ മുഖം മറച്ചത്. അതിനുള്ള തെളിവുകൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയല്ലോ. ബാറക്കല്ലാഹു ഫീക്കും.
മാത്രമല്ല മുൻകാലത്ത് ഇസ്ലാമിക പ്രബോധനമെത്തിയ സ്പെയിൻ അടക്കമുള്ള അനറബി നാടുകളിലെയും സ്ത്രീകൾ മുഖം മറച്ചിരുന്നു എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇക്കാര്യം അതാത് നാടുകളിലെ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ബിദീ കക്ഷികൾ ഉദ്ധരിക്കുന്നതാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയെ. ഇവിടുത്തെ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയെ ഉദ്ധരിക്കും, മുഖം മറക്കണ്ട എന്ന് വാദിച്ച് അതിങ്ങനെ പ്രചരിപ്പിക്കാൻ. എന്നാൽ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള മുഖം മറക്കൽ നിർബന്ധമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരിൽ പെട്ടതാണെങ്കിലും അദ്ദേഹം റഹിമഹുള്ള പറഞ്ഞു, അദ്ദേഹം മുഖം മറക്കൽ സുന്നത്താണെന്ന് അഭിപ്രായക്കാരനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ മുഖം മറക്കുന്നവരായിരുന്നു. ബാറക്കല്ലാഹു ഫീക്കും. സുന്നത്തിനെ അങ്ങനെയാണ് അവരും മനസ്സിലാക്കിയത്. സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയില്ല. അത് സുന്നത്താണെന്നുള്ള അഭിപ്രായക്കാരാണെങ്കിൽ. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറഞ്ഞു, ഫഫി ഹാദിഹിൽ അഹാദീസി ദലാലത്തുൻ ലാഹിറത്തുൻ അലാ അൻ ഹിജാബൽ വജ്ഹി കാന മഅറൂഫൻ ഫി അഹദി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅൻ നിസാഅഹു കുൻ യഫ്അൽന ദാലിക വഖദ് ഇസ്തിനൽ ബിഹന്ന ഫദലാത്ത് നിസായ ബഅദഹു. ഈ ഹദീസുകളിലെല്ലാം പ്രത്യക്ഷമായ തെളിവുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറയാണ്, മുഖം മറക്കൽ നിർബന്ധമില്ല, സുന്നത്താണ് എന്ന് പറഞ്ഞ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറയാണ്, നബി സല്ലല്ലാഹു കാലത്ത് മുഖം മറക്കൽ അറിയപ്പെട്ടതാണെന്നും ഭാര്യമാർ മുഖം മറച്ചിരുന്നു എന്നതിലും നബി സല്ലല്ലാഹുവിന്റെ കാലശേഷം സഹാബികളുടെ കാലത്തും അതിനുശേഷവും ഈ ഉമ്മത്തിലെ ശ്രേഷ്ഠരായ വനിതകളും മുഖം മറച്ചിരുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഇത് അദ്ദേഹത്തിൻ്റെ ഹിജാബുൽ മർഅത്തുൽ മുസ്ലിം സ്ത്രീയുടെ ഹിജാബ് എന്ന പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. മുഖം മറക്കൽ സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തർക്കമില്ലാത്ത ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ വിഷയത്തിൽ നിർബന്ധമാണ്, സുന്നത്താണെന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും തർക്കമില്ലാത്തൊരു വിഷയം ഈ വിഷയത്തിലുണ്ട്. ഇവിടെ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള തന്നെ ഉദ്ധരിക്കാം. ബാറക്കല്ലാഹു ഫീക്കും. പരിതസ്ഥിതികളുടെയോ ചുറ്റുപാടിൻ്റെയോ വ്യത്യാസമനുസരിച്ച് മുഖവും കഴിയുന്നത്ര മറക്കുന്നത് ചിലപ്പോൾ നന്നായിരിക്കും, ചിലപ്പോൾ അത്യാവശ്യമായി തീരുകയും ചെയ്യും. ഇതും അദ്ദേഹത്തിൻ്റെ ഹിജാബുൽ മർഅത്തുൽ മുസ്ലിം സ്ത്രീയുടെ ഹിജാബ് എന്ന പുസ്തകത്തിൽ ഉള്ളതാണ്. അപ്പോൾ ഫിത്നയുടെ കാലാണെങ്കിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല, ഫിത്ന ഉണ്ടെങ്കിൽ മുഖം മറക്കണം തന്നെയാണ്. ഇന്ന് നമുക്കറിയാം ഫിത്ന ഉണ്ട്. അപ്പോൾ മുഖം മറക്കലല്ലേ ഏറ്റവും ഖൈർ. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.